അല്പം കാലതാമസമൊക്കെ നേരിട്ടേക്കാം. എത്ര നാളായിട്ടാ ശ്രമിക്കുന്നേ, എന്നിട്ടും അവളങ്ങോട്ട് തീരുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ. അല്പം കൂടി ക്ഷമിക്കാൻ ആന്റി. ആന്റിയുടെ മാത്രം ലക്ഷ്യമല്ലല്ലോ അവൾ, ഞങ്ങൾക്കും ഇല്ലേ? അവളുടെ കാലപുരി യാത്ര നമ്മൾ ഉടൻ യാഥാർത്ഥ്യമാക്കും. അത് കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ. ഞാനൊരു പ്രധാന കാര്യം ആന്റിയോട് ചോദിച്ചില്ല. ചോദിച്ചോ? എന്താ? ഏത് ഹോസ്പിറ്റലാ അവളുടെ ഓപ്പറേഷൻ? എന്തിനാ? അവക്ക് ബൊക്കെ കൊണ്ടു കൊടുക്കാനോ? അല്ല, അവൾക്ക് വേണ്ടി ഒരു റീത്ത് ഏർപ്പാട് ചെയ്യുക ഈ പ്രിയങ്ക. അവൾ ഏത് ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞാലല്ലേ അവളുടെ ശവശരീരത്തിൽ കൊണ്ട് വയ്ക്കാൻ പറ്റൂ. എങ്കിൽ സന്തോഷം. അത് മറ്റേ ഡോക്ടർ വേണുന്റെ ഹോസ്പിറ്റലില്ലേ, വട്ടപ്പാറ? ഓക്കെ ഓക്കെ, അവിടെ വെച്ച അവളുടെ ഓപ്പറേഷൻ. ഓക്കെ, ഇനി വിലാസിന് ആന്റി ഫോൺ വെച്ചോളൂ. എനിക്ക് ശ്രീനിയേട്ടനുമായി കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട്. അതെ, നിങ്ങൾ റീത്ത് വെക്കുന്ന സമയത്ത് എന്നെ കൂടി ഒന്ന് അറിയിക്കണേ, അതൊന്ന് കാണാനാ. അവള് ചത്ത് മലച്ചു കിടക്കുന്ന കാഴ്ച. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് വല്ല ഗംഗയിലോ യമുനയിലോ പോയി ഒന്ന് കുളിക്കാൻ. പാപമോചനത്തിനല്ല, ശാപമോചനത്തിന്. ഓക്കെ. MD പഠനം അങ്ങ് റഷ്യയിൽ. ഭാര്യ ഡോക്ടർ നിധി സേവ്യർ, ഗൈനക്കോളജിസ്റ്റ്. 2 കുട്ടികൾ, നിതിൻ സാമുവൽ, അധീന സാമുവൽ. ഇപ്പോ തിരുവനന്തപുരത്ത് താമസിക്കുന്നു. 2 പേരുടെയും ജന്മസ്ഥലം അങ്ങ് തിരുവല്ല. എല്ലാ ഡീറ്റെയിൽസും പഠിച്ചു വച്ചിരിക്കുകയാണല്ലോ. പഠിച്ചു വെക്കാൻ ഒരു കാര്യമുണ്ട് ഡോക്ടർ. ആ വിഷയം സംസാരിക്കാനാ ഞാൻ വന്നത്. എനിക്ക് ഡോക്ടറെ കൊണ്ട് ഒരു കാര്യമുണ്ട്. എന്നെ കൊണ്ട് എന്താ ആവശ്യം? പറയൂ. അതൊരു സാധാരണ കാര്യമാണ്. മുഖവരെ ഒന്നുമില്ലാതെ അങ്ങ് പറഞ്ഞേക്കാം. കാലിന് ആക്സിഡന്റ് ആയ കല്യാണി എന്ന ഒരു പെൺകുട്ടി ഇവിടെ അഡ്മിറ്റാണ്. അവരുടെ കാലിന് നാളെ ഒരു ഓപ്പറേഷൻ. ആ ഓപ്പറേഷൻ അനസ്തേഷ്യ കൊടുക്കുന്നത് ഡോക്ടർ സാമുവൽ. ആം ഐ റൈറ്റ്? ആ പേഷ്യന്റിന് അനസ്തേഷ്യ ചെയ്യുമ്പോ ഡോസ് കൂട്ടിക്കൊടുക്കണം. അവൾ കോമ സ്റ്റേജിൽ കിടക്കണം. ഇനിയിപ്പോ മരിച്ചുപോയാലും കുഴപ്പമില്ല. വാട്ട് യു മീൻ? നിങ്ങൾ എന്താ ഈ പറയുന്നത്? നിങ്ങൾ ആരോടാ സംസാരിക്കുന്നറിയോ? ഞാൻ പോലീസിന് ഫോൺ ചെയ്ത നിങ്ങൾ അകത്താ. ഡോക്ടർക്ക് പോലീസിനെയൊക്കെ നല്ല പരിചയമാണെന്ന് എനിക്കറിയാം. 4-5 കേസ് നിലവിലുണ്ടല്ലോ. ഡോക്ടറുടെ അനസ്തേഷ്യ നൈപുണ്യത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് 1-2 പേർക്കല്ല, 4 പേർക്കാണ്. ഡോക്ടർ അനസ്തേഷ്യ സ്പെഷ്യലിസ്റ്റ് മാത്രമല്ല, ക്രിമിനോളജിയിലും മാസ്റ്റർ ബിരുദം ഉണ്ടെന്ന് എനിക്കറിയാം. ഡോക്ടർക്ക് ഇതൊക്കെ നല്ല പരിചയമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഡീല് സംസാരിച്ചാൽ മതി. പറയ്, ഈ കാര്യം ചെയ്തു തരുന്നതിന് എത്ര തരണം? ഈ ബ്ലഡ് സ്റ്റെയിനൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഓക്കെ ഡോക്ടർ.
ആനന്ദേ ഇപ്പൊ കളി മാറും. അങ്കിളെ, അതിനകത്ത് കല്യാണിയുടെ താലിയുണ്ട്. അഖില, ഹലോ. ആ, ഒരു മിനിറ്റ്. ഇരിക്കു ദാസേട്ടാ, ദാ ഇത് വെച്ചേക്ക്. കല്യാണിയുടെ ഓർണമെന്റ്സ്. ഹലോ. ആഹാ. ഓ, പറയൂ. ഈ ബ്ലഡ് സ്റ്റെയിനൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഓക്കെ ഡോക്ടർ. ആനന്ദേ ഇപ്പൊ കളി മാറും. അങ്കിളെ, അതിനകത്ത് കല്യാണിയുടെ താലിയുണ്ട്. അഖില. ഹലോ. ആ, ഒരു മിനിറ്റ്. ഇരിക്കു ദാസേട്ടാ, ദാ ഇത് വെച്ചേക്ക്. കല്യാണിയുടെ ഓർണമെന്റ്സ്. ഹലോ. ആഹാ. ഓ, പറയൂ. ആനന്ദേ, ഡോക്ടർ, നോ ടെൻഷൻ. ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു. ഒരു കുഴപ്പമില്ല. കല്യാണി എനിക്ക് ഒന്ന് കാണാൻ പറ്റുമോ? പേഷ്യന്റ് മയക്കത്തില. മയക്കം വിട്ടുണരാൻ 3 മണിക്കൂർ വേണ്ടിവരും. അപ്പൊ കാണാം. താങ്ക് യു ഡോക്ടർ. വെൽക്കം. എന്റെ മോൾക്ക് പഴയതുപോലെ നടക്കാൻ പറ്റും ഡോക്ടർ? തീർച്ചയായും ഒരു കുഴപ്പം വരില്ല. നന്നായി നടക്കാൻ പറ്റും. നന്ദിയുണ്ട് സാർ. പേഷ്യന്റിനെ അല്പം കഴിയുമ്പോൾ റൂമിലേക്ക് മാറ്റും. അപ്പോൾ എല്ലാവർക്കും കാണാം. താങ്ക് യു. ഓക്കെ. ഇപ്പൊ സമാധാനമായല്ലോ. ആനന്ദ്, നീ ഇവിടെ നിൽക്ക്. എങ്ങോട്ട് മാറരുത്. കല്യാണി റൂമിലേക്ക് കൊണ്ടുവരാൻ കുറച്ച് സമയം പിടിക്കും. ഞാനും കൃഷ്ണേട്ടനും വീട്ടിലേക്ക് വെക്കട്ടെ? ശരി അമ്മേ. ദാസേട്ടാ, ഞങ്ങൾ ഇറങ്ങാം. ശരി മേഡം. കൃഷ്ണേട്ടാ. വാച്ച. ആനന്ദേ, ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ. ഓപ്പറേഷൻ സക്സസ്. കല്യാണിക്ക് ഒരു കുഴപ്പമില്ല. എന്നിട്ടും എന്താ ആനന്ദ് നിന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നേ? എനിക്ക് കല്യാണിയെ കാണണം. കണ്ണിന്റെ തുടിപ്പ് ഇതുവരെ തീർന്നിട്ടില്ല. കല്യാണിയോട് സംസാരിച്ചാലേ മനസ്സ് സന്തോഷാവൂ. അവള് കിടക്കണം. വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒരു ഭാരമായി. ബോധവും ഓർമ്മയും ഇല്ലാതെ ശരീരത്തിൽ നിന്നും തൊലി അടർന്നു മാറി പഴുപ്പും വ്രണങ്ങളുമായി പുഴുവരിച്ചു കിടന്ന് നരകിക്കൂ അവള്. ആദ്യത്തെ പദ്ധതി പാളിയെങ്കിൽ എന്താ, രണ്ടാമത്തെ പദ്ധതി ഏറ്റില്ലേ? വെരി ഗുഡ് പ്രിയങ്കേ, വെരി ഗുഡ്. നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നീ വെറും ബുദ്ധിമതിയല്ല, ബുദ്ധി രാക്ഷസിയ. അവിടുത്തെ തൃപ്പാദത്തിൽ തൊട്ട് ശിഷ്യപ്പെട്ടാലോന്ന് ഞാൻ ആലോചിക്കുക.
വെല്ലുവിളി ഏറ്റെടുത്താലല്ലേ തോൽവിയുടെ കയ്പും ജയത്തിന്റെ മധുരവും അറിയാൻ പറ്റൂ. നീ ഏറ്റെടുത്ത വെല്ലുവിളി മധുരമൂർന്ന ജയത്തോടെ നടപ്പിലാക്കി കാണിച്ചതിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഒപ്പം ഞാൻ സ്വയം അഭിമാനിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് സന്തോഷത്തിന്റെ നിമിഷങ്ങളല്ലേ, മനസ്സ് തുറന്ന് ചിരിക്കാനുള്ള നിമിഷങ്ങൾ. ആദ്യത്തെ പദ്ധതി പാളിയെങ്കിൽ എന്താ, രണ്ടാമത്തെ പദ്ധതി ഏറ്റില്ലേ? വെരി ഗുഡ് പ്രിയങ്കേ, വെരി ഗുഡ്. നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നീ വെറും ബുദ്ധിമതിയല്ല, ബുദ്ധിരാക്ഷസിയ. അവിടുത്തെ തൃപ്പാദത്തിൽ തൊട്ട് ശിക്ഷ്യപ്പെട്ടാലോന്ന് ഞാൻ ആലോചിക്കുക. വെല്ലുവിളി ഏറ്റെടുത്താലല്ലേ തോൽവിയുടെ കയ്പും ജയത്തിന്റെ മധുരവും അറിയാൻ പറ്റൂ. നീ ഏറ്റെടുത്ത വെല്ലുവിളി മധുരമൂർന്ന ജയത്തോടെ നടപ്പിലാക്കി കാണിച്ചതിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഒപ്പം ഞാൻ സ്വയം അഭിമാനിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് സന്തോഷത്തിന്റെ നിമിഷങ്ങളല്ലേ, മനസ്സ് തുറന്ന് ചിരിക്കാനുള്ള നിമിഷങ്ങൾ. ഗംഗേ, ഇനി ആ അടുക്കളക്കാരി ഒരിക്കലും ഈ കോമ സ്റ്റേജിൽ നിന്നും പുറത്തേക്ക് വരാൻ പോകുന്നില്ല. ചത്തതിനൊപ്പമേ ജീവിച്ചിരിക്കലും എന്ന് കേട്ടിട്ടില്ലേ? അതാ ഇനി അവളുടെ അവസ്ഥ. ഇതുവരെ ചെയ്യാനുള്ളത് ചെയ്യും മുമ്പേ എത്താനുള്ളവൻ എത്തി രക്ഷിക്കുമായിരുന്നു അവളെ. ഇപ്പൊ ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞു. ഇനി അവൻ അവളെ എങ്ങനെ രക്ഷിക്കുമെന്നൊന്ന് കാണണം. നീറണം, മനസ്സ് നീറി പുകയണം രണ്ടിന്റെയും. കാര്യങ്ങളെല്ലാം ഭംഗിയായല്ലേ? ഡോക്ടർ സാമുവൽ സിറിഞ്ചിൽ മെഡിസിൻ നിറയ്ക്കുന്നത് നോട്ടുകെട്ടിന്റെ തൂക്കം മനസ്സിലാക്കിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ ജോലിയെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് സാർ. വെരി ഗുഡ് ഡോക്ടർ. കല്യാണിയെ കോമയിൽ കിടക്കുവോ അതോ മരണത്തിന് കീഴടങ്ങും? കല്യാണി മരിച്ചേക്കും, പക്ഷേ കല്യാണി പോകുന്നതിന് മുമ്പ് എനിക്ക് പോകേണ്ടി വരും. എന്താ ഡോക്ടർ ഈ പറയുന്നത്? നിങ്ങൾ എവിടെ പോവാൻ? ഞങ്ങളുടെ രക്ഷാവലയത്തിൽ നിങ്ങൾ സുരക്ഷിതനായിരിക്കും. പിന്നെ എവിടെ പോവാൻ? ഓപ്പറേഷൻ കഴിഞ്ഞ് കല്യാണിക്ക് ബോധം തെളിയാതെ വന്നപ്പോ ആനന്ദ് വല്ലാതെ ടെൻഷനിലായി. ഇത് വലിയ പ്രശ്നവും. എനിക്കാകെ ഭയമാവുന്നു സാർ. നിങ്ങൾ ഒട്ടും ഭയപ്പെടണ്ട ഡോക്ടർ, ഞങ്ങൾ കൂടെയുണ്ട്. പണം എത്ര വേണമെങ്കിലും ഉണ്ട്. അതെറിഞ്ഞാൽ നിങ്ങളെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് ഈസിയായിട്ട് കഴിയും. ഈ നാട്ടിലെ നിയമവും പോലീസും ഞങ്ങളെപ്പോലുള്ളവർ തെളിക്കുന്ന വഴിയിലൂടെ വരൂ. ശരി സാർ. ഞങ്ങളെ സംബന്ധിച്ചത് ഒരു ചെറിയ കാര്യം ഡോക്ടർ. ഞങ്ങളേറ്റു, ധൈര്യമായിട്ടിരിക്കെ. ഒരു കാരണവശാലും എന്റെ പേര് പറയരുത്. ഇല്ല സാർ, ഞാൻ ഒരിക്കലും പറയില്ല. അങ്ങനെ വല്ല മണ്ടത്തരവും ഡോക്ടർ കാണിച്ചാൽ ഞങ്ങൾക്ക് തന്നെ ഡോക്ടർ പറഞ്ഞു വിടേണ്ടി വരും. ഇല്ല സാർ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ആനന്ദ് എന്താ ഫോൺ എടുക്കാത്തെ? ഹലോ അമ്മേ. എന്താ ആനന്ദ് ഇത്? എത്ര നേരമായിട്ട് ഞാൻ വിളിക്കുന്നു, നീ എന്താ ഫോൺ എടുക്കാൻ താമസിച്ചത്? അമ്മേ, ഫോൺ സൈലന്റിലായിരുന്നു, കണ്ടില്ല. ശരി, കല്യാണിക്ക് എങ്ങനെയുണ്ട്? കല്യാണിക്ക് ബോധം വന്നാലുടൻ എന്നെ വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ എന്താ വിളിക്കാതിരുന്നേ? ആനന്ദ്, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? കല്യാണിക്ക് എങ്ങനെയുണ്ടെന്ന്. നീ എന്തോന്നും മിണ്ടാത്തേ? അത്
പിന്നെ കല്യാണിക്ക് ഇതുവരെ ബോധം വന്നിട്ടില്ലമ്മേ. അവള് മയക്കത്തില്ല. എന്താ നീ പറയുന്നേ? ഇത്രയും നേരമായിട്ടും കല്യാണിക്ക് ബോധം വന്നില്ലെന്നോ? 1 മണിക്കൂർ കഴിയുമ്പോ ബോധം വരുമെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത്. ഇത്ര നേരമായിട്ടും ബോധം വന്നില്ലെങ്കിൽ അത് ആപത്താണ് ആനന്ദ്. നീ ഡോക്ടറെ കണ്ടില്ലേ? അദ്ദേഹം എന്താ പറഞ്ഞത്? കല്യാണിക്ക് അനസ്തേഷ്യ ഡോസ് കുറച്ച് കൂട്ടിക്കൊടുത്തമ്മേ. അനിയൻകുട്ടാ, എന്റെ വിളി കേട്ട് ദേ നിന്റെ ചേച്ചിയുടെ കണ്ണീന്ന് കണ്ണുനീര് പൊടിയുന്നുണ്ട്. ഇനി നീ വിളിക്ക. നീ വിളിച്ച കല്യാണി കണ്ണു തുറക്കും. കല്യാണി നിനക്ക് ചേച്ചി മാത്രമല്ലല്ലോ, അമ്മയും കൂടിയല്ലേ. നീ വിളിക്ക അനിയൻകുട്ടാ. കല്യാണി കണ്ണു തുറക്കും, ഉറപ്പാ. ശരിയല്ലോ. വിളിക്ക ചേച്ചി. ഞാൻ വിളിക്കുന്ന കേക്കുന്നുണ്ടോ ചേച്ചി? ചേച്ചി അനിയൻകുട്ടനാ ചേച്ചി. ചേച്ചി എനിക്ക് എന്റെ അമ്മയല്ലേ ചേച്ചി? ചേച്ചി അല്ലാതെ എനിക്ക് മറ്റാരെങ്കിലും ഉണ്ടോ? ചേച്ചി പറഞ്ഞതുപോലെ ഞാൻ പഠിച്ച് വലിയ കളക്ടറാവും ചേച്ചി. ഒന്ന് കണ്ണ് തുറക്ക് ചേച്ചി. എനിക്ക് ആരുമില്ല ചേച്ചി. എന്നെ ഒറ്റയ്ക്കാക്കിട്ട് ചേച്ചി ഇങ്ങനെ കിടക്കല്ലേ ചേച്ചി. എഴുന്നേക്ക് ചേച്ചി. ചേച്ചി കണ്ണ് തുറന്ന് നോക്ക് ചേച്ചി. ഞാൻ പറയുന്നൊന്ന് കേക്ക് ചേച്ചി. എന്താ മേഡം ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ഓ, ദാസേട്ടൻ എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. കാണപ്പെട്ട ദൈവമാ, അന്നദാതാവാണ് എന്നൊക്കെയല്ലേ? അതെ ദാസേട്ടാ, അഖിലേച്ചി പാവം തന്നെയാ. പക്ഷേ മറ്റുള്ളവരോട് സഹാനുഭൂതിയും സഹായവും കാട്ടുന്നവർക്ക് ചതി പറ്റിയെന്നറിഞ്ഞാ പിന്നെ നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല. കൂടെ നിന്ന് വിശ്വാസവഞ്ചന കാട്ടിയവരെ ഒരു ഭയവും കൂടാതെ കൊന്നു തള്ളിയെന്ന് വരും. ദാസേട്ടൻ അറിയാമോ, കല്യാണി എത്ര വട്ടമാണ് അഖിലേച്ചിയുടെ തോക്കിൻ തുമ്പിൽ നിന്നും രക്ഷപ്പെട്ടതെന്ന്? ആ ഭാഗ്യം മകൾക്ക് എന്നും ഉണ്ടാകുമെന്ന് കരുതി കളയരുത്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിർഗുണ ബ്രഹ്മത്തെ പോലെ നിൽക്കുന്ന നിങ്ങള് ആ അടുക്കളക്കാരിയുടെ അച്ഛൻ തന്നെയാണോന്നാ എനിക്കിപ്പോ സംശയം. മാഡം, എനിക്കും പലപ്പോഴും തോന്നാറുണ്ട് മാഡം ചോദിച്ച ചോദ്യം. അല്ലെങ്കിൽ സ്വന്തം മകളെ നിരന്തരം കൊല്ലാൻ ശ്രമിക്കുന്ന ഇതുപോലൊരു സ്ത്രീയുടെ മുമ്പിൽ ഒരു വാക്കുപോലും ഉരിയാടാതെ നിൽക്കില്ലായിരുന്നു ഞാൻ. ഓ, ഞാൻ അവളെ കൊല്ലാൻ നോക്കി പലതവണ. എന്നാ ആ നീക്കങ്ങളെല്ലാം ആ വൃത്തികെട്ടവൾ അവൾക്ക് അനുകൂലമാക്കി മാറ്റിയില്ലേ? ഇപ്പൊ തന്നെ ഒരു വലിയ കാർ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയതായി നാടകം കളിച്ച് അഖിലാണ്ടേശ്വരിയുടെ മനസ്സിൽ വീണ്ടും സ്ഥാനം ഊട്ടി ഉറപ്പിച്ചല്ലോ. ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് അഖിലയുടെ വിശ്വസ്തനായ ഡ്രൈവർ കരുതുന്നേ. മാഡം, എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം. ഭൂതകാലം അയവിറക്കാനൊന്നും എനിക്ക് സമയമില്ല. ഞാൻ ഈ പറയുന്നത് മുഴുവൻ കേട്ടിട്ടങ്ങ് പോയാ മതി. നിങ്ങളുടെ മോൾ ആരാ മോള്? വലിയ ത്യാഗമൊക്കെ ചെയ്ത് അവള് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ അവളുടെ പ്രണയത്തിന്റെ പൂമരങ്ങൾ ഇങ്ങനെ പൂത്ത് തളിർക്കല്ലേ? മാഡം വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കരുത്. ഞാൻ ഈ പറയുന്നതൊന്നും വെറുതെ അല്ലാന്ന് തൃച്ചംബരത്തെ വിനീത ദാസന് നന്നായിട്ട്. കല്യാണി, അച്ഛൻ വന്നോ? ഡ്രസ്സുകൾ കൊണ്ടുവന്നോ? പിന്നെ അതിനല്ലേ ഞാൻ വീട്ടിലേക്ക് പോയേ. വലിയ കുഞ്ഞെന്തി വീട്ടിൽ പോയോ? ഫുഡ് വാങ്ങാൻ ക്യാന്റീനിലേക്ക് പോയി. നിനക്ക് ഫുഡ് വാങ്ങിച്ചു തരാൻ ഞാനില്ലേ? വലിയ കുഞ്ഞാരാ നിന്റെ? നിനക്ക് ഫുഡ് വാങ്ങിച്ചു തരാൻ വലിയ കുഞ്ഞാരാന്ന്? അച്ഛാ, എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ? എങ്ങനെയൊക്കെ? ഓ, ഇപ്പൊ ഹോസ്പിറ്റലായപ്പോ സൗകര്യമല്ലോ അല്ലേ? ഫുഡ് വാങ്ങാൻ പോയത്രേ, ഹോസ്പിറ്റലായിപ്പോയി. അല്ലെങ്കിൽ അതും പരാജയപ്പെട്ടു അല്ലേ?
പ്രിയങ്കയുടെ നിർദ്ദേശപ്രകാരം വളരെ ബുദ്ധിപൂർവ്വം ഞാൻ ആസൂത്രണം ചെയ്ത പ്ലാനായിരുന്നു. അതൊരിക്കലും പരാജയപ്പെടുമെന്ന് ഞാൻ കരുതിയില്ല. ഇത്ര വട്ടം കൊല്ലാൻ ശ്രമിച്ചാലും അവൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നു. സന്തോഷിച്ചതൊക്കെ വെറുതെയായി. അവൾക്ക് ഉടുമ്പിന്റെ ജന്മമാ, മരണമില്ലാത്ത ജന്മം. കീറി മുറിച്ചെറിഞ്ഞാലും അവൾ ജീവൻ വെച്ച് തിരിച്ചു വരും. ഭാഗ്യം ഡോക്ടർ സാമുവൽ പോലീസിനോട് ഇതുവരെ എന്റെ പേര് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ പ്രേരണാകുറ്റത്തിന് ഞാനിപ്പോ അകത്ത് കിടന്നേനെ. ഇതിപ്പോ ആകെ പ്രശ്നമാകുമെന്ന എന്റെ ഭയം. കാരണം ഇതിന്റെ പിന്നിൽ പ്രിയങ്കയാണെന്നുള്ള കാര്യം അഖിലയും ആനന്ദും ഉറപ്പിച്ചു കഴിഞ്ഞു. പ്രിയങ്കയുടെ കാര്യം അത് അവള് നോക്കിക്കോളും. പിന്നെ കല്യാണിയുടെ കാര്യം, അവൾക്കുള്ള ബ്രഹ്മാസ്ത്രം പ്രിയങ്ക ആവനാഴിയിൽ നിന്ന് എടുത്തിട്ടുണ്ടാവും ഇതിനകം. നീ സമാധാനമായി മടങ്ങുക. ഗുഡ് നൈറ്റ്. എന്താ എന്തു പറ്റി? മുഖം വല്ലാതിരിക്കുന്നല്ലോ. ഏയ് ഒന്നുമില്ല. അച്ഛനെ കണ്ടോ? കണ്ടു. എന്താ അച്ഛൻ വല്ലതും പറഞ്ഞോ? ഏയ്, പക്ഷേ അച്ഛനെന്തോ സംശയമുള്ളതുപോലെ. ദാസേട്ടൻ ഉള്ളു തുറന്ന് എന്നോട് സംസാരിച്ചു. എന്ത് സംസാരിച്ചു? നിന്നെക്കുറിച്ച് തന്നെയാ കല്യാണി. എന്നെക്കുറിച്ചോ? എന്തൊക്കെയാ വലിയ നീ പറയണേ? എന്താ അച്ഛനോട് സംസാരിച്ചേ? നിന്റെ മനസ്സിൽ ഒരു യജമാനന്റെ സ്ഥാനത്തല്ല എന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. എന്നെ വരികയാ. എന്താ ദാസേട്ടന് പറയാനുള്ളത്? പറയൂ. അത് ഞാൻ പറയുമ്പോ മേഡത്തിന് എന്നോടൊന്നും തോന്നരുത്. എനിക്കെന്ത് തോന്നാൻ? ദാസേട്ടനെ എനിക്കറിഞ്ഞൂടെ. പറയാനുള്ളത് പറഞ്ഞോ ദാസേട്ടാ. ചേച്ചി ചോദിക്കല്ലേ ദാസേട്ടാ? കാര്യങ്ങൾ എന്താന്ന് വെച്ചാ അത് ചേച്ചിയോട് തുറന്നു പറ. എന്നാലല്ലേ ചേച്ചിക്ക് അത് മനസ്സിലാവൂ. പറയാം. വലിയ കുഞ്ഞിങ്ങനെ എപ്പോഴെപ്പോഴും ഹോസ്പിറ്റലിൽ വിടുന്നതും കൂട്ടിരിക്കുന്നതും ആളുകൾ കണ്ട അവരഭിഖ്യാതികളെ പറഞ്ഞ് പ്രചരിപ്പിക്കും. വലിയ കുഞ്ഞിനും കല്യാണിക്ക് നാണക്കേടാ. അതുകൊണ്ട് മാഡം വലിയ കുഞ്ഞിനോട് പറഞ്ഞ് അതൊന്ന് ഒഴിവാക്കി തരണം. ഡോക്ടർ ഇന്നലെ രാത്രി എന്നെ വിളിച്ചിരുന്നു. ഓപ്പറേഷനിലൂടെ ഇത് മാറുന്നത് 20% ഡോക്ടർ പറഞ്ഞേ. ബാക്കിയൊക്കെ ഫിസിയോതെറാപ്പിയും പതിയെ പതിയെ നടന്നും വേണം മാറ്റിയെടുക്കാൻ. നാളെ മുതൽ അതിന് ശ്രമം തുടങ്ങണം കല്യാണി. ശരി മാഡം. പിന്നെ പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നതിൽ നിനക്ക് ടെൻഷനൊന്നുമില്ലല്ലോ? ഏയ് ഇല്ല മാഡം, വീട്ടിലേക്ക് പോകുന്നതില് സന്തോഷേ ഉള്ളൂ. ആ, ശ്രദ്ധിക്കണം. വലിയ കുഞ്ഞോ? ആ, ആനന്ദോ? ഞങ്ങളിപ്പോ ഹോസ്പിറ്റലിൽ പോയിരുന്നു. അപ്പോ അമ്മ കല്യാണിയെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നായിട്ട് പറഞ്ഞു.
അമ്മ എന്താ ഒരു വാക്കുപോലും പറയാതെ കല്യാണിയെ ഡിസ്ചാർജ് ചെയ്തത്? അതോ അത് ഹോസ്പിറ്റലില് കല്യാണി അത്ര സുരക്ഷിതയല്ലാന്ന് എനിക്ക് തോന്നി. നീയും കണ്ടതല്ലേ അനസ്തേഷ്യ ഡോക്ടർ ഓവർഡോസ് കൊടുത്ത് കല്യാണിയെ കൊല്ലാൻ ശ്രമിച്ചത്. അവിടെ എന്ത് സുരക്ഷയാ കല്യാണിക്ക്? അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നത്. അമ്മയെടുത്ത തീരുമാനം തെറ്റാണെന്ന് ഞാൻ പറയില്ല. പക്ഷെ പൂർണ്ണമായിട്ടും ഭേദമായിട്ട് മതിയായിരുന്നു കല്യാണിയെ ഡിസ്ചാർജ് ചെയ്യുന്നത്. എന്താണ് നീ പറയുന്നത്? ഞാൻ ഡിസ്ചാർജ് ചെയ്തത് ശരിയായില്ലെന്നോ? അങ്ങനൊരു അർത്ഥത്തിലല്ലമ്മേ ഞാൻ പറഞ്ഞത്. നിന്നെ ഒളിച്ച് കല്യാണിയെ ഡിസ്ചാർജ് ചെയ്യേണ്ട കാര്യം എന്താ? അപ്പൊ അതിന്റെ പിന്നിൽ എന്തോ ഉണ്ട് ആനന്ദേ. എനിക്ക് തോന്നുന്നത് ദാസേട്ട അതുപോലെ അമ്മയോട് ഈ വിഷയം പറഞ്ഞു കാണുന്ന. നീ പറഞ്ഞത് ശരി തന്നെയാ. ദാസേട്ടൻ പറഞ്ഞ അമ്മ അറിഞ്ഞിട്ടുണ്ടാവും കാര്യങ്ങൾ. എനിക്കതാ ഒരു കൺഫ്യൂഷൻ. എന്റെ മനസ്സിൽ വല്യുകുഞ്ഞുള്ളതുപോലെ വല്യുകുഞ്ഞിന്റെ മനസ്സിൽ ഞാനുണ്ടെന്ന് അച്ഛനോട് പറഞ്ഞപ്പോഴേ എനിക്കറിയായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ എന്ന്. ചേച്ചി, ഇനി അച്ഛൻ അഖില മേഡത്തിനോട് പറഞ്ഞു കാണുമോ? ആവോ, എനിക്കാകെ പേടി തോന്നുന്നു അനിയൻകുട്ട. നീ പറയുന്നത് ശരിയാണ് ആനന്ദേ. അഖിലാന്റി നിന്നോട് നേരിട്ടൊന്നും പറയുന്നില്ല. പക്ഷെ ഇതിന്റെ പിന്നിൽ തീർച്ചയായും ഒരു കാരണമുണ്ട്. അങ്ങനെന്തോ ഇതിനിടയിൽ നടന്നിട്ടുണ്ട്. അത് കറക്റ്റാ. ഇനി പേടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പക്ഷേ ഒരു കാര്യം നീ ശ്രദ്ധിക്കണം. അഖിലാന്റിയോട് നീ നിരന്തരമായിട്ട് എതിർത്താണ് സംസാരിക്കുന്നത്. അത് പ്രശ്നങ്ങളുടെ ആധിക്യം കൂട്ടത്തേ ഉള്ളൂ. ഇങ്ങനെ പോയാ എന്താവൂന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. വലിയ കുഞ്ഞ് അഖില മേഡത്തിനോട് സംസാരിച്ച രീതി കണ്ടില്ലേ? മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടല്ല സുബ്രു. കല്യാണിയുടെ കാര്യത്തിൽ എനിക്കെന്തോ എന്റെ നിയന്ത്രണം വിട്ടുപോകുന്നു. അത് സൂക്ഷിക്കണം ആനന്ദേ. അത് അഖില മേഡത്തിന്റെ സംശയം അധികമാകത്തേ ഉള്ളൂ. ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്തോ? എല്ലാത്തിനും ഒരു അവസാനം വേണമല്ലോ. കല്യാണി, കാലിനിപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല നീ കുഞ്ഞ്. പിന്നെ ഞാനിങ്ങനെ വെറുതെ ഇരുന്ന് ശീലമില്ലല്ലോ, അതുകൊണ്ട് നല്ല ബോറടിക്കുന്നുണ്ട്. അതൊന്നും സാരമില്ല കല്യാണി, കുറച്ചു ദിവസം ഇരുന്നാ പോരെ, അതോടെ എല്ലാം ശരിയായിക്കോളും. അല്ല ദാസേട്ടാ? ഇതിപ്പോ ഒരു റെസ്റ്റ് കിട്ടിയതാണെന്ന് കരുതിയാ മതി. പിന്നെ ദാസേട്ടാ, അതെ, എനിക്കൊന്ന് ഓഫീസിൽ പോണം. അപ്പൊ നമുക്ക് ആ വണ്ടി എടുത്തൊന്ന് പോയല്ലോ. ഇവളോട് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. കല്യാണി ഒറ്റയ്ക്കാക്കിയിട്ട് ഞാനെങ്ങനെ വരാനാ? അയ്യോ, അച്ഛൻ പോയിട്ട് വന്നോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ ഒറ്റയ്ക്കിരുന്നോളാം. അത് ശരിയാവില്ല. നിനക്ക് ഇത്തിരി വെള്ളം കുടിക്കണ വെച്ചാൽ എന്ത് ചെയ്യും? അത് വേണ്ട. എന്റെ ദൈവമേ, പ്ലാനൊക്കെ പൊളിയാണല്ലോ. എന്ത് തന്ത്രം ഉപയോഗിച്ചിട്ടും ദാസേട്ടനെ കൊണ്ടുപോയേ പറ്റൂ. അതല്ല ദാസേട്ടാ, ദാസേട്ട ഓഫീസിൽ നിക്കണമെന്നില്ല, എന്നെ അവിടെ വിട്ടിട്ട് ഇങ്ങോട്ട് പോന്നോളൂ. അതുവരെ കല്യാണി ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നോളൂ, ഇരിക്കില്ലേ? അതെ, ഞാൻ ഒറ്റയ്ക്കിരുന്നോളാം. അച്ഛൻ പോയിട്ട് വാ. എന്താ ഗംഗേ, എന്നെ മറന്നുപോയോ? എനിക്ക് നിങ്ങളെ ഓർത്തിരിക്കാനാണോ സമയം? നീ എന്നെ ഓർത്തിരിക്കണം. നീ മനഃപൂർവ്വം എന്നെ മറക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഒരു വെള്ളിടി പോലെ എന്റെ ശബ്ദം നിന്റെ കാതിൽ വന്നലയ്ക്കും. നിങ്ങളുടെ ഭീഷണി ഇനിയും തീർന്നില്ലേ? ഇത് ഭീഷണിയല്ലല്ലോ, സൗമ്യമായ ഭാഷയിലല്ലേ ഞാൻ നിന്നെ വിളിക്കുന്നത്. നീ അതൊരു ഭീഷണിയായി കാണുന്നത് നിന്റെ മാനസികാവസ്ഥ. ഇല്ല, നിങ്ങൾ എന്റെ പിറകെ അലഞ്ഞ് എന്റെ സ്വസ്ഥത നശിപ്പിക്കുക. ഇപ്പൊ നീ പറഞ്ഞത് തികഞ്ഞ വാസ്തവം. എന്റെ ശബ്ദം നിന്റെ മാനസിക നിലയെ തകർക്കും. നിങ്ങൾ എന്തിനാ ഇങ്ങനെ വിടാതെ പിന്തുടരുന്നേ? എനിക്ക് നിന്നെ അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ ഗംഗേ. ഡെമോക്ലസിന്റെ വാള് പോലെ നിന്റെ തലയ്ക്ക് മേലെ ഞാൻ ഇങ്ങനെ നിൽക്കുകയാ. ചെകുത്താന്റെ തീമഴ പോലെ ഞാൻ നിന്റെ ശിരസിന് മുകളിൽ പെയ്യാൻ കാത്തു നിൽക്കുകയാ. നിങ്ങൾക്കിനി എന്താ വേണ്ടേ? എനിക്ക് പണമൊന്നും വേണ്ട. എനിക്ക് വേണ്ടത് എന്താണെന്ന് ഇനി ഞാൻ വിളിക്കുമ്പോൾ പറയാം. ഇപ്പൊ വിളിച്ചത് ഞാൻ നിന്റെ പുറകെയുണ്ടെന്നൊന്ന് ഓർമ്മിപ്പിക്കാൻ മാത്രം. കല്യാണിയെ നോക്കാൻ ആളില്ലാത്തോണ്ട്
ദാസേട്ടന് വരാൻ പറ്റില്ല അത്ര ഓഫീസിലേക്ക്. നീ പോയതിന്റെ ഉദ്ദേശം ദാസേട്ടന് മനസ്സിലായിട്ടുണ്ടാവും. അതെ, അത് തന്നെ കാരണമെന്നാ എനിക്കും തോന്നുന്നത്. ഹോസ്പിറ്റലിൽ വെച്ച് ദാസേട്ടൻ ഇങ്ങനെ ഒന്ന് സൂചിപ്പിച്ചതാ, കല്യാണി എപ്പോഴും കാണാൻ വരരുതെന്ന്. കല്യാണിയുടെ മനസ്സിൽ ഞാനുള്ളതുപോലെ തന്നെ എന്റെ മനസ്സിൽ കല്യാണി ഉണ്ടെന്ന് പറഞ്ഞത് ദാസേട്ടന്റെ ഉള്ളിൽ തട്ടിയിട്ടുണ്ടാവും. അത് തന്നെയാ ബ്രോ. ഇതുവരെ ദാസേട്ടൻ ഇങ്ങനെ വരാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ടില്ല. ഇതിപ്പോ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വശത്ത് ദാസേട്ടൻ, മറുവശത്ത് അമ്മ, മൊത്തത്തില് പ്രശ്നമാണല്ലോ ബ്രോ ഇത്. ഒരു കാര്യം ചെയ്യാം, നീ ഓഫീസിലേക്ക് പൊയ്ക്കോ. കല്യാണിയെ കാണാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ബ്രോ, എന്ത് സഹായത്തിന് വേണേലും എന്നെ വിളിക്കണം. സമ്മതിച്ചിരിക്കുന്നു. ശകുനിക്ക് മന്ദരയിലുണ്ടായ പുത്രിയാണ് ആന്റി എന്ന് എല്ലാവരും പറയുന്നത് വെറുതെ അല്ല. വെടക്കാക്കി തനിക്കാക്കാനുള്ള ആന്റിയുടെ കഴിവ് സമ്മതിച്ചേ പറ്റൂ. അതെ ഗംഗേ, ഞാൻ ഇന്നലെ ആ ദാസിന്റെ ഉള്ളിലേക്ക് തീ കോരിയിട്ടില്ലായിരുന്നെങ്കിൽ രായ്ക്ക് രാമാന അഖില പോയി ആ കല്യാണിയെ ആരോരും അറിയാതെ ഔട്ട് ഹൌസിലേക്ക് കൊണ്ടുപോയി തള്ളില്ലായിരുന്നു. ഹൗസ്ഫുൾ കളിച്ചോണ്ടിരുന്ന ഒരു പ്രണയ നാടകത്തിനാ ഞാൻ പകുതിക്ക് വെച്ച് കർട്ടൻ ഇടിപ്പിച്ചത്. അത് ശരിയാ ആന്റി. നല്ല സൗകര്യമായിരുന്നല്ലോ രണ്ടെണ്ണത്തിനും കൂടി ആ ഹോസ്പിറ്റലില്. ഇനി എന്താ നടക്കാൻ പോകുന്നെന്ന് അറിയോ നിനക്ക്? അതിന് പാഴൂർ പടിപ്പുരയിൽ പോവുകയോ മഷയിട്ട് നോക്കുകയോ വേണ്ട വിലാസിനിക്ക്. രാവും പകലും ഇല്ലാതെ കല്യാണിക്ക് കൂട്ടിരിക്കുന്ന മൊയ്തീനുണ്ടല്ലോ, തൃച്ചംബരത്തെ ആനന്ദ് മൊയ്തീൻ, അവൻ ഇനി ഇരിപ്പുറയ്ക്കത്തില്ല. കാഞ്ചനമാലയെ തിരക്കി അവൻ നേരെ ഔട്ട് ഹൌസിലേക്ക് ചെല്ലും. അവിടെ അവന്റെ വരവ് മാത്രം ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിച്ച് നെഞ്ചിൽ തീയുമായിട്ടിരിക്കുന്ന ഒരാളുണ്ട്, ദാസേട്ടൻ. അയാൾ അവനെ വിലക്കും. ചിലപ്പോ ഇറങ്ങിപ്പോന്നുവരെ പറഞ്ഞെന്നിരിക്കും. അത്രയ്ക്ക് പൊള്ളലുമായിട്ട് അയാൾ അവിടെ നിൽക്കുന്നത്. കാലൊടിഞ്ഞതുകൊണ്ട് തൃച്ചംബരത്ത് വന്നുള്ള അവളുടെ പ്രണയസല്ലാപമൊന്നും ഇനി നടക്കില്ല. അങ്ങനെ അന്യോന്യം കാണാനാകാതെ രണ്ടെണ്ണം കൂടി വീർപ്പ് മുട്ടും. കല്യാണിയെ കാണാനാകാതെ ഇവനൊരു പേ പിടിച്ച പട്ടിയെ പോലെ അലഞ്ഞു നടക്കും. ആന്റി, അതെ ഗംഗെ, ഇനി അവൻ കല്യാണിയെ കാണാനേ പോകുന്നില്ല. ആനന്ദേട്ടനോ കല്യാണി കാണാൻ പോകുന്നില്ലെന്നോ? എന്താടി നിനക്കൊരു പുച്ഛം? ഇതൊക്കെ കേട്ടാ പിന്നെ എങ്ങനെ പുച്ഛിക്കാതിരിക്കും? ദേ അവിടെ ആനന്ദേട്ടൻ കല്യാണിയെ വീൽ ചെയറിരുത്തി തള്ളിക്കൊണ്ട് താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ എന്ന പാട്ടും പാടി പ്രണയിച്ച് നടക്കുന്നത് ഞാൻ കണ്ടു. സത്യമാണോ നീ പറയുന്നത്? പാട്ട് അത് തന്നെയാണെന്നൊന്നും എനിക്കറിയില്ല, കണ്ട കാര്യമാ ഞാൻ പറഞ്ഞത്. ആന്റി, കാര്യങ്ങള് പിന്നെയും കൈവിട്ട് പോകണല്ലോ ആന്റി. അമ്മേ, മറ്റുള്ളവർക്ക് വേണ്ടി തോറ്റ് ഒടുവിൽ അമ്മയുടെ മോള് ജയിച്ചു നിൽക്കാണോ അമ്മേ? ഞാനെന്താ അങ്ങനെ ചോദിച്ചെന്നല്ലേ അമ്മ ഇപ്പൊ ചിന്തിക്കണേ? ഒരു ഭാഗത്ത് അച്ഛനും അഖില മേഡവും, മറുഭാഗത്ത് വലിയ കുഞ്ഞും. തോൽവിയും ജയമൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അമ്മയ്ക്ക് അവാർഡ് കിട്ടിയ ഫംഗ്ഷനും നമ്മുടെ കല്യാണ റിസപ്ഷനും ഒരേ നാളിലാണെന്ന് നീ അങ്ങ് കരുതിയാ മതി. ഇതിന്റെ എല്ലാ ഏർപ്പാടുകളും അരവിന്ദ് സുബ്രും കൂടിയാ ചെയ്യുന്നത്. വേണ്ട വല്യൂഞ്ഞെ, എനിക്ക് പേടിയാവാ. ഒന്നും പേടിക്കണ്ട. അഭിനെ, റിസപ്ഷൻ ഉടുക്കാൻ ഞാനൊരു പുതിയ സാരി വാങ്ങിത്തരും, അതേ ഉടുക്കാവൂ. ദേ കണ്ടില്ലേ, അഖില മാഡത്തിന്റെ ഫംഗ്ഷൻ ഉടുക്കാൻ വല്യൂഞ്ഞ് വാങ്ങിത്തന്ന സാരി ഏത്? അഖില മാഡത്തിന് അവാർഡ് കിട്ടിയതിന് നടത്തുന്ന ഫംഗ്ഷൻ എന്റെയും വല്യൂഞ്ഞിന്റെ ഫംഗ്ഷൻ ആവുന്നൊക്കെയാ വല്യൂഞ്ഞ് പറയണേ.
ഈ അവസ്ഥയില് എനിക്ക് എങ്ങനെ അമ്മ ഫംഗ്ഷന് പോകാൻ പറ്റണേ? എങ്ങനെയും വല്യുവിന് എന്നെ ഫംഗ്ഷൻ എത്തിക്കാൻ ശ്രമിക്കും. പക്ഷേ അച്ഛൻ സമ്മതിക്കുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഇനിയൊരു പക്ഷേ വല്യുകുഞ്ഞിന്റെ നിർബന്ധത്തിന് വഴങ്ങി അച്ഛൻ സമ്മതിച്ചാൽ എനിക്ക് പേടിയാവും നമ്മെ. ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്ന ആ ചടങ്ങിൽ വെച്ച് മാഡത്തിന് എന്തെങ്കിലും സംശയം തോന്നിയാൽ, പിടിക്കപ്പെട്ടാൽ, പിന്നെ അവിടെ നടന്ന കാര്യങ്ങൾ വന്ന് അമ്മയോട് പറയാൻ ഈ മോളുണ്ടാവോന്നറിയില്ല. ഒന്നും സംഭവിക്കാതിരിക്കാൻ എനിക്ക് എന്റെ അമ്മയുടെ അനുഗ്രഹം വേണം. കാത്തോളെ ഞങ്ങളെ. എന്താ ചേച്ചി? ഇത് വല്യൂഞ്ഞ് വാങ്ങിത്തന്ന സാരിയാ, ഫംഗ്ഷൻ എടുക്കാൻ വേണ്ടി. ചേച്ചിക്ക് ഈ സാരി എടുത്തോണ്ട് ഫംഗ്ഷന് പോവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ചേച്ചി അതോർത്ത് വിഷമിക്കാതെ, കാല് സുഖാവും. ആ ഫംഗ്ഷനിങ് അടുത്തു. ആ പിന്നെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ബീഫ് ഇല്ലാന്ന് കേട്ടോ. ഇനി തൃച്ചംബരം കണ്ടില്ല എന്നുള്ള പരാതി വേണ്ട. ആ അതെ, ഒത്തിരി ദിവസമായാലോ ഞാൻ എന്റെ ചെമ്പരത്തിയെ കണ്ടിട്ട്. എന്നെ അവിടെ വരെ ഒന്ന് കൊണ്ടുപോവാമോ? പിന്നെന്താ? ഇതെന്തുവാ ഇത്? ഇതിപ്പോ തന്നെ വിലാസിനെ എന്റെ അറിയിച്ചേ പറ്റൂ. ഞാൻ പിന്നെ വിളിക്കാവേ. അവളുടെ ആയുസിന്റെ ബലം അപാരമകങ്ങെ. എത്ര പ്രാവശ്യം മരണം അവളുടെ അടുത്തെത്തി മടങ്ങിപ്പോയിട്ടുള്ളതെന്ന് അറിയോ നിനക്ക്? ഒരുപക്ഷെ ആ ഇത്തിൽ കണ്ണിയെ നമ്മൾ പറിച്ചെറിഞ്ഞാലും അഖിലാന്റിയുടെ മനസ്സിൽ അവൾ തളിർത്തു പൂത്തു നിൽക്കല്ലേ, ജീവൻ രക്ഷിച്ചതിന്റെ പേരിൽ. മണ്ണാങ്കട്ട. ആനന്ദ് അവൾക്ക് കൂട്ടിരിക്കുന്നതാണ് തന്റെ വേവലാതിന്ന് ദാസ് അറിയിച്ചപ്പോ അഖില ഭദ്രകാളിയെ പോലെ ഉറഞ്ഞു തുള്ളിയില്ലെന്നേ ഉള്ളൂ. ആ കണ്ണുകളിലെത്തി ഞാൻ കണ്ടതാ. ദേ, നീ ഒരു കാര്യം ഓർത്തോ, ഇനി ആനന്ദ് അവളെ കാണാനും പോകുന്നില്ല, അവള് തൃച്ചംബരത്തേക്ക് വരാനും പോകുന്നില്ല. ആന്റി, ആന്റി, ദേ ആനന്ദേട്ടൻ കല്യാണിയായിട്ട് വാ, കാണിച്ചു തരാം. എന്ത്? എന്തടി? നമ്മുടെ ഗേറ്റിന്റെ അവിടെ രണ്ടുപേരും. വാ ആന്റി, വാ ആന്റി, വാ വേഗം വാ. ഈശ്വര, അഖില മാഡം. നീ ഭയപ്പെടാതിരിക്കെ, ഞാനില്ലേ കൂടെ. ഈശ്വര, അഖില മാഡം. വാ. കല്യാണി, വാ മുന്നോട്ട്. നടക്കില്ലേണി? അമ്മ പറയുന്നത് കേൾക്ക്. അമ്മ പറഞ്ഞ എന്ത് നീ അനുസരിക്കുമല്ലോ. നടക്ക്.
എന്താ വലിയ സന്തോഷത്തിലാണെന്ന് തോന്നുന്നല്ലോ. അതെ കൃഷ്ണേട്ടാ, ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലാ. എനിക്ക് സന്തോഷമായി. എന്റെ അഖിലയെ ഇങ്ങനെ കാണാനാണ് എനിക്കിഷ്ടം. മനസ്സ് പ്രസന്നമാകുമ്പോ നിന്റെ മുഖവും പ്രസന്നമാകും. നിന്നെ ഇങ്ങനെ കാണുമ്പോ എനിക്കും നമ്മുടെ മക്കൾക്കും ഈ തൃച്ചംബരത്തുള്ള എല്ലാവർക്കും എന്തൊരു ആഹ്ലാദമാണെന്നോ. ദേ, ഈ മനസ്സിന്റെ വെളിച്ചമാണ് ഈ കുടുംബത്തിന്റെ വെളിച്ചം. അല്ല, എന്താ ഈ സന്തോഷത്തിന്റെ കാരണം? അത് കൃഷ്ണേട്ടാ, കല്യാണി നടന്നു കൃഷ്ണേട്ടാ. അഖിലേ, നിന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. കൃഷ്ണേട്ടാ, എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ വരെ നഷ്ടപ്പെടുത്താൻ തയ്യാറായവളാ കല്യാണി. ദേ, ഈ നെറുകയിലെ കുങ്കുമം കാത്തവള് ഇപ്പൊ എന്റെ ജീവിതം തിരികെ തന്നവൾ. അവള് നടന്നു തുടങ്ങിയത് കണ്ടപ്പോ മനസ്സ് നിറഞ്ഞു. ഇതിലും വലിയ സന്തോഷം ഇനി എന്താ കൃഷ്ണേട്ട വരാനുള്ളത്? അഖില, അവൾ വെറും ഒരു വേലക്കാരി പെണ്ണല്ല. അറിയാം കൃഷ്ണേട്ട, നമ്മുടെ ദാസേട്ടന്റെ രക്തമാണെന്നല്ലേ കൃഷ്ണേട്ട പറയാൻ പോകുന്നത്? സത്യ കൃഷ്ണേട്ട, അതേ വിശ്വാസവും അതേ കരുതലും അതേ സ്നേഹവും കല്യാണിക്ക് നമ്മളോട്. അവളെ കാണുമ്പോഴാ കൃഷ്ണേട്ട ചിലപ്പോഴൊക്കെ ഒരു പെൺകുഞ്ഞിനെ പ്രസവിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ദുഃഖം എന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നത്. അവൾ നിന്റെ മകൾ തന്നെയാ, മരുമകൾ. കൃഷ്ണേട്ടൻ എന്താ ആലോചിക്കുന്നത്? ഞാൻ ആ ഫംഗ്ഷനെ കുറിച്ച് ആലോചിക്കുക. അയ്യോ കൃഷ്ണേട്ടാ, എന്റെ ഒരു ബയോഡേറ്റ മെയിൽ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഞാനത് സ്റ്റെല്ലയോട് പറയാൻ മറന്നു. ഒന്ന് വിളിച്ചു പറഞ്ഞേക്കാം. ഹലോ, സ്റ്റെല്ല. ഞാനേ ആനന്ദിന്റെയും കല്യാണിയുടെയും കല്യാണക്കാര്യം ഇപ്പൊ പറഞ്ഞാലോ? അല്ലെങ്കിൽ വേണ്ട, പിറന്നാൾ ദിവസം പറയുന്നതായിരിക്കും ബുദ്ധി. പിടിക്കരുത്. ഇങ്ങനെയാണോ? ചുമ്മാ. ഏയ്, എന്താ? പെട്ടെന്ന് നടക്കാൻ പറഞ്ഞല്ലേ? പ്രണയത്തിൻ തന്ത്രികളിൽ നിന്നുയരും എൻ പൂവേ, മൃദുരാഗം വീട്ടുന്നു നിൻ ഗാനം. പ്രണയത്തിൻ തന്ത്രികളിൽ നിന്നുയരും എൻ പൂവേ, മൃദുരാഗം വീട്ടുന്നു നിൻ ഗാനം. പകരില്ലേ നിൻ പ്രിയരാഗം, തഴുകില്ലേ നിന്നനുരാഗം. പകരില്ലേ നിൻ പ്രിയരാഗം, തഴുകില്ലേ നിന്നനുരാഗം. ഇപ്പോ നടക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ കല്യാണി? ഇല്ല. കല്യാണി, നീ ഇവിടെ ഇല്ലാത്തത് വലിയൊരു കുറവായിരുന്നു.
കണ്ണുള്ളപ്പോ കണ്ണിന്റെ കാഴ്ച അറിയില്ലെന്ന് പറയില്ലേ, അതുപോലെ. കല്യാണി, നീ നല്ലതുപോലെ നടന്നു തുടങ്ങിയില്ലായിരുന്നെങ്കിൽ ഈ ഫംഗ്ഷൻ ഇനിയും മാറ്റിവെച്ചേനെ. നീയും ദാസേട്ടനും ഇല്ലാതെ തൃച്ചംബരത്തെ എന്ത് ഫംഗ്ഷൻ? ഇവളില്ലായിരുന്നെങ്കിൽ ഫംഗ്ഷൻ നടക്കില്ലായിരുന്നു അത്ര. ഇതൊക്കെ കേൾക്കുമ്പോഴാ എന്റെ പേര് വിരൽ തൊട്ട് അങ്ങോട്ടും. വണ്ടി കയറ്റി കൊല്ലാൻ നോക്കിയതും പോരാതെ നാഗമടുത്ത് പ്രിയങ്കയുമായി കൂട്ടുചേർന്ന് നടക്കാൻ പോകുന്ന ഫംഗ്ഷനിൽ അഖില മേഡത്തിനെതിരെ വീണ്ടും ചതിക്കുഴി ഒരുക്കുകയല്ലേ നീ നിന്റെ ചേച്ചിയും ചേർന്ന്. മാഡത്തിനോട് നേർക്ക് നേർ നിന്ന് എതിർക്കാനുള്ള ധൈര്യം ഇല്ലാതെ ചേച്ചി അനുജത്തെയും കൂടി ഒളിഞ്ഞു നിന്ന് ചതിക്കാൻ നോക്കുക അല്ലേ? നടക്കില്ല. എച്ചിൽ പാത്രം കഴുകുന്ന നീ പ്രസംഗിക്കുന്നു. അടുക്കളക്കാരി അടുക്കളയ്ക്കകത്ത് നിന്നാ മതി. നിർത്ത്. ഇനി ആക്ഷേപിച്ച ഒന്നാവ് ഞാൻ പിഴുതെറി. ഞാൻ ആരാണെന്നറിയാമോ നിനക്ക്? നീ 24 മണിക്കൂറും പറയുന്നത് കേൾക്കാലോ, മൂത്ത മരുമകളെന്ന്. എന്നാ നീ കേട്ടോ, ഒരു കാലത്ത് നീ തൃച്ചംബരത്തെ മൂത്ത മരുമകളാകാൻ പോകുന്നില്ല. ഇനി മുതൽ ആ സ്ഥാനം സ്വപ്നത്തിൽ പോലും കണ്ടേക്കരുത് നീ. കൊള്ളാം. ഞാൻ തൃച്ചംബരത്തെ മരുമകളാകുന്നത് സ്വപ്നത്തിൽ പോലും കാണണ്ടെന്ന് പറഞ്ഞ നിന്റെ മനസ്സിലിരിപ്പൊന്ന് അറിഞ്ഞാ കൊള്ളാം. അല്ല, തൃച്ചംബരത്തെ പട്ടമഹർഷി ആവാൻ നടക്കുകയായിരിക്കും ഡ്രൈവർ ദാസിന്റെ മോള്. അതെ, അങ്ങനെയാണ് യോഗമെങ്കിൽ അങ്ങനെ നടക്കും. അല്ല, എന്റെ ജാതകത്തിൽ ആ യോഗം ഉള്ളത് കൊണ്ടാണല്ലോ ആ ജാതകം നീ നിന്റേതാക്കി മാറ്റിയത്. ഓഹോ, നിനക്ക് അത്രയ്ക്ക് അഹങ്കാരോ? നിന്നെ ഞാൻ ഇത്രയ്ക്ക് അഹങ്കാരം നിനക്ക്? കുറച്ച് അഹങ്കാരം ഉണ്ടാവും. കാരണം നീ പറഞ്ഞില്ലേ ഡ്രൈവർ ദാസിന്റെ മകളെന്ന്. അതെ, നെഞ്ചിൽ കൈവച്ച് ഉച്ചത്തിൽ എനിക്ക് പറയാൻ പറ്റും എന്റെ അച്ഛൻ ഡ്രൈവർ ദാസ് ആണെന്ന്. അന്ന് ഓഫീസിൽ വെച്ച് നീ എന്റെ അച്ഛൻ അടിച്ചെന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ കരുതി വെച്ച അടിയത്. കാത്തിരിക്കുക ഞാൻ ഈ കൈ നിന്റെ കവളത്ത് പതിക്കാനുള്ള ഓരോ. ഹായ് ഹായ് ഹായ്, ഇതേ ജയന്തി. ഹായ് ഹായ്. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് സരോവർ പുരസ്കാരം നേടിയ ഞങ്ങളുടെ അമ്മയെ അനുമോദിക്കാനും ആശീർവദിക്കാനും ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളെല്ലാവരെയും തൃച്ചംബരം കുടുംബത്തിന്റെ പേരിലും ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പേരിലും സ്വാഗതം ചെയ്യും.
ഹലോ, എന്താ ഗംഗേ, ഇംഗ്ലീഷ് സംസാരിച്ചാൽ നീ അമേരിക്കൻ പ്രസിഡന്റ് ആകുമെന്ന് കരുതിയോ? നിങ്ങൾ എവിടാ? ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നിന്റെ കയ്യെത്തും ദൂരത്ത് അദൃശ്യ സാന്നിധ്യമായിട്ട് ഞാൻ ഉണ്ടെന്ന്. ആനന്ദ് ഇവിടെ ഉണ്ട്. ഇനി അരവിന്ദോ സുബ്രോ എങ്ങാനോ ആണോ? ഹായ്. കൺഗ്രാറ്റ്സ്. ഓ താങ്ക്സ്. നിങ്ങൾ രണ്ടുപേരും മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഓ, നിങ്ങൾ രണ്ടുപേരും അത്രയ്ക്ക് സ്യൂട്ട് ആയിട്ടുണ്ട്. ഗോഡ് ബ്ലെസ് യു. താങ്ക്സ്. Stop it! Anand, what's going on here? Ganga! ആന്റി, നീ അവിടെ എന്ത് ചെയ്യാ? പോയി അവിടെ ചെന്ന് കാനത്തിനടുത്ത്. കല്യാണി, മാഡം, മാറി കാനത്തിനരികിൽ നിന്ന്. ഞാൻ ഈ ഫംഗ്ഷന് വരൂന്ന് പ്രതീക്ഷിച്ച് കാണില്ലല്ലേ? അവിടെയും നിനക്ക് തെറ്റിയല്ലോ പ്രിയങ്ക. ഉറപ്പായിട്ടും നീ ഇന്ന് ഈ ഫംഗ്ഷനിൽ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. കാരണം അടികൊണ്ട പാമ്പിന് പക അടങ്ങില്ലെന്നാ ചൊല്ല്. ഈ പാർട്ടിയിൽ എന്നെ തലകുനിച്ച് നിർത്താനുള്ള എന്തെങ്കിലും തന്ത്രങ്ങളുമായിട്ടാവും നിന്റെ വരവെന്നാ ഞാൻ പ്രതീക്ഷിച്ചത്. സൂപ്പർ. എന്നെ കുറിച്ചുള്ള ധാരണകൾ അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് ഓർക്കുമ്പോ ദേ എന്റെ രോമം എഴുന്നേറ്റ് നിൽക്കുക. കൺഗ്രാറ്റുലേഷൻസ്. ഭയക്കണ്ട, വാങ്ങിച്ചു. ഞാനിതില് ബോംബൊന്നും വെച്ചിട്ടില്ല. താങ്ക് യു. ഈ ഫംഗ്ഷൻ കഴിയുന്നത് വരെ അപമാനം കൊണ്ട് തല കുനിക്കാതിരിക്കാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കും. നീ ഒരിക്കലും നന്നാവില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപമാനഭാരം കൊണ്ട് തലകുനിച്ച് നിൽക്കുന്നത് നീയാണോ ഞാനാണോന്ന് നമുക്ക് കണ്ടറിയാം. Now take your seat.
വീണ്ടും ആ ബ്ലാക്ക് മെയിലർ ആണല്ലോ. ഇവൻ എന്തിനാ ഇപ്പൊ? ഗംഗേ, എന്തു പറ്റി? ആര് ഫോണില്? ആ ബ്ലാക്ക് മെയിലർ ആന്റി. അവൻ ഇവിടെ എവിടെയോ നിന്നാ ഫോൺ ചെയ്യുന്നത്. ആന്റിയും ജയന്തിയും ആരൊക്കെ ഫോൺ ചെയ്യുന്നുണ്ടെന്ന് വാച്ച് ചെയ്യും. അവൻ എന്നെ കൈയോടെ പിടിച്ചു. അതെ, നീ ഫോൺ അറ്റൻഡ് ചെയ്യ്. അവനിന്ന് കൈയോടെ പിടിക്കും നമ്മള്. ഫോൺ അറ്റൻഡ് ചെയ്യ്. ഹലോ, എന്റെ ഫോൺ എടുക്കാൻ എന്താ നിനക്കിത്ര താമസം? നീ എന്നെ കണ്ടുപിടിച്ച് കളയാമെന്ന് കരുതുകയാണോ? ആ പ്ലാൻ വർക്കൗട്ട് ആകുമെന്ന് കരുതുന്നത് ശുദ്ധ മണ്ടത്തരമാണെന്ന് ഓർത്താൽ നിന്ന്. അങ്ങനെ ഒരു പ്ലാനിങ്ങും ഇല്ല എനിക്ക്. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടെന്ന് പറയൂ. ആ പറയ്. ആ കൊല്ലും നിന്നെ ഞാൻ. എന്റെ യഥാർത്ഥ സ്വഭാവം എനിക്ക് എന്നെ പിടിക്കാതിരിക്കുക. അത് തന്നെ ഞാൻ നിന്നോട് പല പ്രാവശ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുക. എന്റെ സ്വഭാവം മാറ്റരുത്, കേട്ടല്ലോ. എടാ, ഇതൊക്കെ പറഞ്ഞ വർഗീസ് പേടിക്കത്തില്ല. വർഗീസ് ഇതൊക്കെ കുറെ കണ്ടിട്ടുള്ളതാ. വർഗീസിനെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട. വലിയ പെരുന്നാളിന് ബാപ്പ പള്ളിയിൽ പോയിട്ടില്ല. പിന്നെ ഇത് പോയി പണി നോക്കടാ. നിനക്കെന്നെ അറിയാൻ പാടില്ലാത്തോണ്ടാ. അയ്യോ കഷ്ടം.